ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 45+ ഉള്ളവർക്കുള്ള നല്ല അടിപൊളി ഒരു പാക്ക് ഞാൻ ചെയ്ത് കാണിക്കുവാണ് കേട്ടോ. 40-45 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പാക്കും കൂടിയാണ്. അത് മാത്രമല്ല, നമ്മളുടെ സ്കിൻ കെയറിൽ നമ്മൾ വരുത്തേണ്ട ചേഞ്ചസും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോവുകയാണ്. കാരണം ഒരുപാട് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു സമയമാണ് 40-45+ എന്നൊക്കെ പറയുമ്പോൾ. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ലേഡീസിനെ സംബന്ധിച്ച് ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളും വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളുടെ സ്കിൻ കെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രമാത്രം നമുക്ക് അത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നമ്മളെപ്പോഴും പറയും 40കളിലെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വേറെയാണെന്ന് പറയാറുണ്ട്. സോ അതിൻ്റെ ഒരു റീസൺ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എടുക്കാനും കൂടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നൊരു പാക്ക് ഉണ്ട്, നമുക്കൊരു ടൈറ്റനിങ് പാക്കാണ് വരുന്നത്. 45+ ആയിട്ടുള്ളവർക്കുള്ള ഒരു ടൈറ്റനിങ് പാക്ക് നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ കുറച്ച് സ്കിൻ കെയറും കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 40-45 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, 45 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയറിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ക്ലെൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ് വാഷ്, സോപ്പ് എന്നുള്ള സംഭവം ഞാൻ പറയാറുണ്ട്. എപ്പോഴും സോപ്പ് യൂസ് ചെയ്യണത്, ഇനിയും ആരെങ്കിലും ഫേസിന് ബോഡിക്കൊക്കെ സോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ നിർബന്ധമായിട്ട് ആ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരിക. ദെൻ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ CTMൽ ആദ്യം ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ഒരു റൊട്ടീനാണ്, അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ CTM എന്നുള്ളത്. അപ്പോൾ ക്ലെൻസ് ടോൺ മോയ്സ്ചർ എന്നുള്ളതാണ്. അപ്പോൾ ക്ലെൻസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര മൈൽഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം എടുക്കുക. ദെൻ അതുപോലെ ടോണർ എടുക്കുന്ന സമയത്ത് ടോണർ നമുക്കറിയാം റോസ് വാട്ടറിൻ്റെ എടുക്കാം അല്ലെങ്കിൽ റൈസ് വാട്ടറിൻ്റെ. ഞാനിവിടെ പറയുന്നത് നമുക്ക് ആ ഒരു ടൈമിൽ റൈസ് വാട്ടർ ടോണർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെയെല്ലാം തന്നെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ടോണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റൈസ് വാട്ടർ ടോണർ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ എൻ്റെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ റൈസ് വാട്ടറിൻ്റെ ടോണിമോളിയുടെ ടോണറൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ദെൻ മോയ്സ്ചറൈസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചറുള്ള മോയ്സ്ചറൈസർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കുറച്ച് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളത്, കുറച്ച് ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. കാരണം സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ മോയ്സ്ചർ വേണം സ്കിന്നിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സിറത്തിൻ്റെ കാര്യം, നമ്മൾ നൈറ്റ് കെയർ റൊട്ടീനിൽ നമ്മൾ സിറം ഉൾപ്പെടുത്തണം. സിറം എടുക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ C എടുക്കണോ കൊളോജിൻ എടുക്കണോ എന്നുള്ളത് ഒരുപാട് പേരുടെ കൺഫ്യൂഷനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വൈറ്റമിൻ C എന്നുള്ളത് നമുക്കൊരു 30 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരു 45 ഒക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൊളോജിൻ നിർബന്ധമായിട്ടും വേണം. കൊളോജിൻ അടങ്ങിയിട്ടുള്ള സിറം നമുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഫേസ് ഷോപ്പിൻ്റെ തന്നെ പൊമോഗ്രാനൈറ്റിൻ്റെ സിറം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അതുപോലെയുള്ള സിറം നമ്മൾ മാക്സിമം എടുക്കുകയാണെങ്കിൽ, കാരണം നമുക്ക് നമ്മുടെ കൊളോജിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കതൊന്ന് കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ സ്കിൻ നമ്മളെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, അല്ല നമ്മുടെ സ്കിൻ ഇങ്ങനെ വരരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത്, അതായത് നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊളോജിൻ്റെ അളവ് കുറഞ്ഞ് വരും. ഞാൻ പറയാറുണ്ട്, നമ്മളെടുക്കുന്ന ഫുഡുകളിൽ എപ്പോഴും മാക്സിമം പ്രോട്ടീൻ കൂടുതൽ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്കൊരു കൊളോജിൻ്റെ പാർട്ടായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ സിന് പകരമായിട്ട് നമുക്ക് കൊളോജിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. കൊളോജിൻ സിറം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് ചെയ്യുക. പിന്നെ റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ എടുത്താലും മതിയാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനൊരു പാക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ
സ്കിൻ കെയറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട്. വരുന്ന 7th ഇനി ആകെ 2 ദിവസമേ ഉള്ളൂ കേട്ടോ. വെനസ്ഡേ ആണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ ആ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്കിൻ കെയർ കൊച്ചു പിള്ളേർക്ക് തൊട്ട് അത്രയും ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വരെ ഉള്ള സ്കിൻ കെയർ റൊട്ടീനും അതുപോലെ തന്നെ ഓരോ പ്രായത്തിനും ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ ഓരോ സമയത്ത് എങ്ങനെയായിരിക്കും ഡേ കെയർ റൊട്ടീൻ എന്താണ്, നൈറ്റ് കെയർ റൊട്ടീൻ എന്താണ് എന്നുള്ളതിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് വരുന്നത് കേട്ടോ. അതുമാത്രമല്ല ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും നോട്ട്സ് നമ്മൾ തരുന്നുണ്ട്. ഓൺലൈനിലാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ ഉണ്ടാവും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അതും കുഞ്ഞു ഫീസിൽ വളരെ ചെറിയ, കാരണം നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അവയർനെസ്സും കൂടിയാണ്. ഒരു സ്കിൻ കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, നമുക്കൊരു ബേസിക് അവയർനെസ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഞാൻ മിക്ക വീഡിയോസിൽ ഇപ്പോൾ പറയാറുണ്ട്. കാരണം എല്ലാവർക്കും ഒരു ബേസിക് നോളേജ് നമ്മളുടെ സ്കിന്നിലേക്ക് നമ്മൾ യൂസ് ചെയ്യണം. പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിക്കും. പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ പലവർക്കും പല പല പ്രശ്നം, സ്കിന്നിന് പല രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ആരും തന്നെ ഒന്നും പുറത്ത് പറയില്ല. കാരണം അത് പറഞ്ഞാൽ അത് അവർക്ക് മോശമായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഒരാളും അത് പറയാറില്ല. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റും നമുക്കൊരു അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം ആൾക്കാരിലേക്ക് ഈ അറിവ് എനിക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഞാൻ യൂട്യൂബിൽ വീഡിയോസിലും ഞാനത് പറയുന്നുണ്ടെങ്കിലും ഒരു ക്ലാസ് ആകുമ്പോൾ അത്രയും എനിക്കൊരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം എനിക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തരാനും ഒക്കെ പറ്റുന്ന ഒരു സെഷനായിരിക്കും. വെറും 399 വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും, ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ആ പാക്ക് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ മറക്കരുത്. അത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ചെയ്യാനുള്ള അതായത് ഇത് എന്തിനുള്ള പാക്കാണെന്ന് കൂടി പറഞ്ഞുതരാം. ഒരു 45+ ആയവർക്ക് സ്കിന്നിൽ വരുന്ന ആ ഒരു റിങ്കിളും അതുപോലെ തന്നെ റിങ്കിൾസ് മാത്രമല്ല, എന്താ പറയുക, ഒരുമാതിരി ഡ്രൈ ആയിരിക്കും. അതുപോലെ പിഗ്മെൻറ്റേഷൻ, ടാൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കുറയ്ക്കാൻ ആ ഡ്രൈനെസ്സിനെ മാറ്റിക്കൊണ്ട് സ്കിന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക കേട്ടോ. സ്കിൻ ഭയങ്കര ലൂസായിട്ടൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. സ്കിന്നെ ടൈറ്റൻ ചെയ്യുന്ന ഒരു പാക്കാണ്. സോ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് എഗ് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ എഗ് വൈറ്റ് 1 സ്പൂൺ മതി, ഒരുപാട് വേണ്ട. ഫുൾ എഗ്ഗ് വേണമെന്നില്ല, ഒരു എഗ്ഗിൻ്റെ ഫുൾ വൈറ്റ് വേണമെന്നില്ല കേട്ടോ. നമുക്ക് 1 സ്പൂണിന് മതിയാവും. സോ ഞാൻ 1 സ്പൂൺ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അലോവേറ എടുക്കാം. ഓക്കെ, ഇത്രയും തന്നെ അലോവേറ എടുത്തു. അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ നമ്മൾ കൊടുക്കണം. കുറച്ച് ഡ്രോപ്സ് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എഗ് വൈറ്റും ഇതിനകത്ത് അലോവേറയും റോസ് വാട്ടറൊക്കെ കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിന്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇത് എഗ് വൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നും ഓൾമോസ്റ്റ് ഒരു 45 ഒക്കെ ആകുമ്പോൾ നമ്മൾ അത്രയും ഓയിലി ആയിരിക്കില്ല സ്കിന്നിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് മാക്സിമം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇപ്പോൾ നോർമൽ സ്കിൻ ആണെങ്കിലൊക്കെ യൂസ് ചെയ്യാം. ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലതുപോലെ നമ്മൾ ഈ തൂങ്ങി നിൽക്കുന്ന പോലത്തെ ആ ഒരു സംഭവമൊക്കെ മാറി സ്കിന്നൊന്ന് ഓക്കെ ആവും. ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറിക്കൊണ്ട് ഓക്കെ ആക്കാൻ വേണ്ടി പറ്റും. കാരണം ഇതിൽ നല്ലപോലെ എഗ് വൈറ്റിൽ നല്ല മോയ്സ്ചർ കണ്ടൻറ്റും വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇങ്ങനെ മാറി നിൽക്കുന്ന പോലെ ആയിരിക്കരുത് കേട്ടോ. മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് അലോവേറ ജെല്ല് ഇതിനകത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചില പാർട്ടൊന്നും ചിലപ്പോൾ മിക്സായി വരില്ല. നന്നായിട്ട് മിക്സ് ആവണം. ഇതെല്ലതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇച്ചിരി സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് പോകരുത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് കാണിച്ചു തരുന്നത്.
നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. നമുക്കിത് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ലപോലെ നമ്മളെ സ്കിന്നിലേക്ക് ഒരു ഇറുകി ചേർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും. ഭയങ്കരമായിട്ട് ടൈറ്റാക്കും നമ്മൾ സ്കിന്നിനെ. സോ കുറച്ച് മതി. അത് എഗ് വൈറ്റ് ഒത്തിരി എടുക്കരുത് കേട്ടോ. എഗ് വൈറ്റ് ഞാൻ പറഞ്ഞു ഫുൾ വൈറ്റ് വേണ്ട, ഒരു സ്പൂൺ മതിയാവും. അപ്പോൾ ഈ ഒരു പാക്ക് എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും ഒരു 45+ ഉള്ളവർ ചെയ്തു വരുവാണെങ്കിൽ സ്കിൻ നല്ല ഗ്ലോയും ആകും, ഒരു ഡ്രൈനെസ് മാറും, റിങ്കിൾസ് കുറയും. അങ്ങനെ ഒരുപാട് നമുക്കിതിനകത്ത് റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് 15 മിനിറ്റ് അല്ല, ഈ പാക്കിൻ്റെ ടൈം ഒരു 20 മിനിറ്റ്സാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 20 മിനിറ്റ്സ് ഇത് വെച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള റിസൾട്ട് എല്ലാം തന്നെ എനിക്ക് അറിയിക്കണം കേട്ടോ. കാരണം അത്രയും ഒരു റിസൾട്ട് കിട്ടും. ഞാൻ എല്ലാത്തിലും ഞാൻ പറയാറുണ്ട്, ഞാൻ റിസൾട്ട് കിട്ടുന്നത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാത്തിനും ഒത്തിരി റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ എന്നെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. 20 മിനിറ്റ്സ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്നുള്ളവർ ഇനി പെട്ടെന്ന് ചെയ്തോളൂ. ആകെ നാളെ 1-2 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിനകത്ത് അത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം അത്രയും നോളേജാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.